കുറച്ച് ശുണ്ടിയും ദേഷ്യമൊക്കെ വലുതും പറയുമ്പോ വരുന്നല്ലാണ്ട് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോ അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോണം എന്നൊക്കെ. അവനെല്ലാവരും ഭയങ്കര സ്നേഹമാണ്. പോയി അത് കാരണം നമുക്കൊരു വിഷമം സൗണ്ട് പോകുമ്പോ ഒന്ന് പതുക്കെ പറഞ്ഞു ഒന്നുകൂടി സാവധാനത്തിൽ പറഞ്ഞ അവന്റെ സൗണ്ട് പോവില്ലേ. ഈ ബിഗ് ബോസിൽ വേറെ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും പറയാണെങ്കിൽ ചോദിക്കാം. മറ്റവരെല്ലാരും ഒരു കട്ടായിട്ട് നിൽക്കല്ലേ, മാത്രല്ലേ അച്ഛനും അമ്മയും പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലാവരോടും. ഈ അഖിൽമാരാർ ശോഭ ഒരു ടോമാഞ്ചേരി പോലെയാണ് ഇപ്പൊ ജാൻവിയും അല്ലെ. അപ്പൊ ആ ഒരു കോമ്പോനൊക്കെ എങ്ങനെ മകൻ എല്ലാവർക്കും അവന് ഭയങ്കര കാര്യം, എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ കുറച്ച് ശുണ്ടിയും ദേഷ്യമൊക്കെ വലുതും പറയുമ്പോ വരുന്നല്ലാണ്ട് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ല രീതിയിൽ വീട്ടിലായാലും നാട്ടിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിൽ ബിഗ് ബോസിൽ പോകണം, കളിക്കണം. ഇനിയിപ്പോൾ അവിടെ എന്താ വെച്ചാൽ അവിടെ നിന്നും വഴക്ക് തന്നെയാണല്ലോ. അത് കാരണം പിന്നെ അവ നല്ല ഇതിലായിട്ട് വരട്ടെ എന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളൂ. അല്ലാണ്ട് അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരു ചേട്ട സ്വഭാവങ്ങളൊന്നും അവനില്ല. പിന്നെ വേറെ ഒന്നുമില്ല, എല്ലാവരോടും നല്ല പെരുമാറ്റം അവൻ്റെ. ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. വേറെ യാതൊരു ചേട്ട സ്വഭാവവും അവനില്ല. പിന്നെ അവന് ഇതിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു, ബിഗ് ബോസിലേക്ക്. അതൊരാഗ്രഹമായിരുന്നു. അപ്പൊ അത് പോയിട്ട് വരട്ടെ, നല്ല രീതിയിൽ ഭഗവാൻ കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അവൻ ഇഷ്ടമായിട്ട് പോയതാണ്. കിട്ടുമെങ്കിൽ പോവാലോ. അത് കാരണം അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ഈ ബിഗ് ബോസ് തുടങ്ങുമ്പോ അവന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോണം എന്നൊക്കെ. അപ്പൊ പോയി ട്രൈ ചെയ്തിട്ട് കിട്ടിയെങ്കിൽ പോവാലോ എന്ന് പറഞ്ഞു. കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. ഞാൻ കാണാറുണ്ട്. ഞങ്ങളൊക്കെ ഞങ്ങള് മുമ്പേ കാണും. ബിഗ് ബോസ് തുടക്കത്തിലേ കാണാറുണ്ട്. മോഹൻലാലിന്റെ ഏത് പടം വന്നാലും അത് കാണാറുണ്ട്. ഒന്നും വിടാറില്ല ചെറുപ്പത്തിൽ തൊട്ട്. പിന്നെ ഇപ്പൊ അവൻ ബിഗ് ബോസ് കിട്ടി, അവനെ സംബന്ധിച്ച് അവനെല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. അച്ഛനും അമ്മയും പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അവരെല്ലാവരോടും. ചേട്ടന്മാരായാലും ഇവൻ താഴെയുള്ളതാണ്. ഏട്ടന്മാർക്ക് ഇവന്റെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കാര്യമാണ് അവന്. ഏട്ടന്മാർ ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ പോർട്സാനിന്ന്. ഇപ്പോൾ ഈ കൊറോണ ആയപ്പോൾ പോകുന്നതാ. ഇപ്പൊ ഇവിടെ ജോലിയുണ്ട്. പിന്നെ കാലത്ത് പോയിട്ട് പിന്നെ വൈകുന്നേരം വരും. ചിലപ്പോ ഈ നേരത്ത് വരാറുണ്ട്. എല്ലാവരോടും ഭയങ്കര കർക്കശക്കാരനാണല്ലോ. ബിഗ് ബോസിൽ എങ്ങനെയാണെങ്കിലും ശരി, അതങ്ങനെ തന്നെയാണ്. എന്നാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ട എല്ലാ കാര്യങ്ങൾക്കും ഇടപെടും. ദേഷ്യം കുറച്ചുണ്ട്. അപ്പൊ ഞാൻ ചീത്ത പറയും, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടാവുന്നുണ്ട്. പുതിയ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കളിക്കലൊക്കെ ഉണ്ട് നന്നായിട്ട്. സൗണ്ട് വല്ലാണ്ട് വരുമ്പോ സൗണ്ടൊക്കെ പോയി അത് കാരണം നമുക്കൊരു വിഷമം സൗണ്ട് പോകുമ്പോ ഒന്ന് പതുക്കെ പറഞ്ഞു ഒന്നുകൂടി സാവധാനത്തിൽ പറഞ്ഞ അവന്റെ സൗണ്ട് പോവില്ലേ. ഇതിലുള്ള സൗണ്ടൊക്കെ എടുത്തിട്ട് പറഞ്ഞിട്ട് അത് മാത്രമേ ഉള്ളൂ. ഒരുപാട് ശത്രുക്കളൊക്കെ ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത്. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അതന്നെ ഉള്ളൂ. യഥാർത്ഥത്തിലൊരു പാവം തന്നെയാണ്. അതെ മകനെ കുറിച്ച് പറയുമ്പോ എന്താ പിന്നെ തോന്നാറ്? പിന്നെ ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. വീട്ടിലെ അച്ഛനെ, അമ്മ, ചേച്ചി, ചേട്ടനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചേച്ചിമാരുണ്ട്, അവരെയൊക്കെ ഭയങ്കര കാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഉപകാരം ചെയ്യുള്ളൂ. എല്ലാവർക്കും പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വരും ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെ പോകും. നല്ല കാര്യം വെച്ചാൽ അവൻ നല്ലത് ചെയ്യാറുള്ളൂ. ഇതേവരെ ഒരാൾക്ക് ഉപദ്രവമായിട്ടൊന്നും അവൻ ചെയ്തില്ല. എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നു. എന്തുണ്ടെങ്കിലും അത് ഒരു പ്രതിഫലം നോക്കിയിട്ട് അവനൊന്നും ചെയ്യാറില്ല. ഒരാളുണ്ടെങ്കിൽ അത് വേണം ഇത് വേണം പ്രതിഫലം ഒന്നും നോക്കിയിട്ടൊന്നും ചെയ്യാറില്ല. എല്ലാവർക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടോ അതാണ് ഞാൻ ചെയ്തു കൊടുക്കും. അത് ഉദ്ദേശിച്ചു അങ്ങനെ ഉപകാരിയായിട്ടാണ് ഇപ്പൊ എല്ലാവരും. 2 പെൺകുട്ടികള്. മൂത്ത കുട്ടി ഇപ്പൊ 8 വയസ്സായി, രണ്ടാമത്തെ കുട്ടിക്ക് 4 വയസ്സ്. ഈ അഖിൽമാരാർ ശോഭ ഒരു ടോമാഞ്ചേരി പോലെയാണ് ഇപ്പൊ ജാൻവിയും അല്ലെ. അപ്പൊ ആ ഒരു കോമ്പോനൊക്കെ എങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ട്. എപ്പോഴും ഇടി തന്നെയാണ്. അപ്പൊ ആ ഒരു കോമ്പോയൊക്കെ എങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു കട്ടനിൽ മാറി നിന്നിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു സൗണ്ടൊക്കെ എടുത്തിട്ട് ഇതുണ്ടായിരുന്നല്ലോ. അതൊക്കെ കണ്ടപ്പോ തോന്നി അവന് മിമിക്രിയിലൊക്കെ ഭയങ്കര
ചിന്മയില പഠിച്ചിരിക്കുന്നു. ആ, ആ, ആ. പിന്നെ ഹരിശ്രീ അല്ല ഇവിടെ സുരക്ഷിത സ്കൂൾ ഉണ്ടായിരുന്നു, അവിടെ 4ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ വേറെ ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിച്ചത്. പിന്നെ ഇവിടെ ചിന്മയ സ്കൂളിലായിരുന്നു, അവിടെ മിമിക്രി കാണിക്കലും എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. കുറച്ച് മിമിക്രി ഒക്കെ ഉണ്ട്. പിന്നെ വാൽക്കണ്ണാടി, ടെലിഫോൺ ബൂത്ത്, പിന്നെ അങ്ങനെ കുറെ പരിപാടിയിലൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സീരിയലിലൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. മിന്നുകെട്ട് അത് നാടൻ പാട്ടുകളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ അതൊക്കെ അവൻ ഉണ്ടാക്കും. ഇവിടെ അങ്ങനെ വെറുതെ കണ്ണാടി നോക്കിട്ടൊക്കെ അങ്ങനെ പറഞ്ഞ ചെറുപ്പത്തില് അങ്ങനെ ചെയ്യാറുണ്ട്. കണ്ണാടിയുടെ മുമ്പിലുണ്ട് കുളിമുറിയിലാണ് വെച്ചെങ്കിൽ വെറുതെ ഷവർ തുറന്നിട്ടിട്ട് അവിടെ കിടന്നിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഞാൻ ചീത്ത പറയും, ഈ സ്കൂള് ചിലപ്പോ കോളേജിൽ പോയി നേരമൊക്കെ വൈകുക. അപ്പൊ പിന്നെ അവൻ അത് കളിക്കലും പിടിക്കലും ചെറുപ്പം മുതലേ ഇതില് വലിയ ഇഷ്ടമാണ്. കോളേജിൽ കേൾക്കുക അമ്പലത്തിലൊക്കെ ശിവന്റെ അമ്പലത്തില് എല്ലാറ്റിനും പോകും. പ്രതിഷ്ഠാദിനം അതൊക്കെ ശിവൻ അവിടുത്തെ കമ്മിറ്റിയിലത്തെ ഒരാളാണ് ശിവന്റെ അമ്പലത്തില്. പിന്നെ അയ്യപ്പ സേവാ സംഘത്തിലെ കൺവീനറാണ്. അതിനൊക്കെ നല്ല തന്നെയാണ് ആക്റ്റീവ്. എല്ലായിടത്തും നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെയാണ്. ബിഗ് ബോസും റിയൽ മറ്റേ ശരിക്കുള്ള ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ വ്യത്യാസം കാണുന്നത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതില് ഇവിടെ നമ്മുടെ കാണിക്കുന്ന വ്യത്യാസമല്ല, അതിലത്തെ ഇതാ കാണിക്കുന്നത്. ബിഗ് ബോസിലെ ഇതാ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ഹാബിറ്റ് അവനില്ല. ആള് മാറിയതായിട്ട് തോന്നുന്നുണ്ടോ ബിഗ് ബോസിൽ? ബിഗ് ബോസിൽ നിന്ന് മാറിയതുണ്ടല്ലോ ദേഷ്യം. പിന്നെ അവിടുത്തെ കളി അതല്ലേ, അത് കാരണം നമുക്ക് കുഴപ്പമില്ല. അതാണുള്ള കളി. അതൊക്കെ ഒന്നിനും നിന്ന് കണ്ടുതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാറ്റിലും ഇടപെടും. വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്ത് പറയുന്നു കണ്ടു കഴിഞ്ഞ് പോയിട്ട്? അവർക്കൊക്കെ ഇഷ്ടായിട്ടുണ്ട്. ഇഷ്ടായി, എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. അവർക്കൊക്കെ ഇഷ്ടാ. പിന്നെ എന്താ വെച്ചെങ്കിലോ ശബ്ദം കുറച്ച് ഉറക്കായിരുന്നു. ജലദോഷം വന്ന് വെട്ടുമ്പോ ശബ്ദം ഇല്ലാണ്ട് പോവാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ബിഗ് ബോസ്? ഞാൻ പറഞ്ഞു വീട്ടിലത്തെ കാര്യം ഒന്നും ശ്രദ്ധിക്കണ്ട, അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് കളിച്ചിട്ട് വരാം. അതിനെ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ മകന്റെ ഗെയിമൊക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നുണ്ട് ഇപ്പൊ നിലവില്? കുഴപ്പമില്ല. അങ്ങനെ ക്ലീനാണ്, എല്ലാവർക്കും ഉപകാരിയാണ് അവൻ. ഒരാളെ വേർപ്പിക്കില്ല. ഇപ്പൊ ഇതില് ഈ ഭാഗത്തും കേട്ടോ, എല്ലാവരും ഈ ഭാഗത്ത് ചോദിച്ചാൽ അവനെ പറ്റി നല്ല അഭിപ്രായം അല്ലാതെ ചീത്ത അഭിപ്രായം ഓരോ ഭാഗത്തും പറയില്ല. ഒക്കെ അവന് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്, ഒക്കെ കൂട്ടുകാരാ. അതിനെപ്പറ്റി നല്ല അഭിപ്രായം അല്ലാതെ വേറെ ഒന്നും പറയില്ല. ഈ ഭാഗത്ത് നിന്നല്ല, പൊതുവെ അമ്പലങ്ങളില് എല്ലാ അമ്പലങ്ങളിലും ഉണ്ട്. ഈ തിരുവമ്പാടിയിലത്തെ മെമ്പർഷിപ്പ് ഉണ്ട്. ഇവിടെ വടക്കുന്നാലുണ്ട്, പൂങ്കുന്നത്തുണ്ട്. അത് അമ്പലങ്ങളിലായിട്ടു ഈശ്വരവിശ്വാസം കൂടുതലുണ്ട് അവന്. എല്ലാ അമ്പലങ്ങളിലും ശുണ്ഠി ദേഷ്യമൊക്കെ ഉണ്ട്, ശുണ്ഠിയൊക്കെ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ അവിടെ തല്ലൂട്ടം തന്നെ അവ കാരണം കുറച്ച്. ഈ ബിഗ് ബോസിൽ വേറെ കണ്ടസ്റ്റൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായിരിക്കും പറയാണെങ്കിൽ ചോദിക്കാം. മറ്റവരെല്ലാരും ഒരു കട്ടായിട്ട് നിൽക്കല്ലേ, ആരെയാണ് പറയാൻ പറ്റില്ല, ആരും പറയാൻ പറ്റില്ലേ. ജാസ്മിന് ഇഷ്ടമാണ്, അത് നല്ല കുട്ടി തന്നെയാണ്. പിന്നുള്ളവരൊക്കെ ഈ ഇതായിട്ട് നിൽക്കുക കാരണം ഇവൻ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, അപ്പൊ ആരോ എന്താന്നുള്ളതൊന്നും മനസ്സിലാവുന്നു. ജാസ്മിൻ കഴിഞ്ഞ ദിവസം പറയണ്ടായിരുന്നല്ലോ എന്റെ ഫ്രണ്ടാണ്, എന്റെ അതന്നെ ഫ്രണ്ട്. ലാലേട്ടന്റെ അടുത്ത് നിന്ന് സംസാരിച്ചപ്പോ അതൊക്കെ ഇഷ്ടായി. എന്ത് തോന്നി മകൻ? അതില് കാണുമ്പോ നമുക്കൊരു സന്തോഷല്ലേ, മക്കള് അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഒരു സന്തോഷം. അത് അവനും ഉണ്ടായിരുന്നു. ഇത്രയും വലിയൊരു മഹാനടന്റെ അടുത്ത് നിന്ന് പോയി നിൽക്കുക, അതൊക്കെ ഒരു ഭാഗ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയി. ലാലേട്ടന്റെ പടങ്ങൾ ചെറുപ്പത്തിൽ ലാലേട്ടന്റെ പടം അപ്പൊ ഓടും. ഞാനും ലാലേട്ടന്റെ ഒരു പടം ഇന്നേ വരെ ഞാൻ വിട്ടിട്ടില്ല. അത് ഞാൻ പിന്നെ അവന് എല്ലാ കാര്യം പരിപാടികൾക്കൊക്കെ ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. അഭിനയിക്കാനും അതൊക്കെ വലിയ ഇഷ്ടം തന്നെയാണ്. വാൽക്കണ്ണാടി കുറെ നാളുണ്ടായിരുന്നു വാൽക്കണ്ണാടി. പിന്നെ ടെലിഫോൺ ബൂത്ത് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു, അതിലൊക്കെ അവൻ പോവാറുണ്ട്. പിന്നെ അത് ചിലപ്പോ കണ്ണാടിയുടെ ഇപ്പോഴല്ല, ചെറുതിലേ മുതലേ അവൻ അങ്ങനെ തന്നെയാണ്. ഏട്ടന്മാരായിട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. കുറച്ച് ശുണ്ഠി കൂടുതലുണ്ട്, അത് കൂടുതലുണ്ട്. അത് അപ്പൊ തന്നെ കഴിയും ചെയ്യും. അത് ഇങ്ങനെ പക വെച്ചോണ്ടിരിക്കുക, അവരുടെ സ്വഭാവമൊന്നുമില്ല. എല്ലാം ആ ഒരു ബിഗ് ബോസിന്റെ ഗെയിം അവിടെ കാണിക്കുന്ന പോലെ. അതെ ഗെയിം ആണല്ലോ. പിന്നെ അതേമാതിരി കുറച്ചൊക്കെ ഉണ്ടായില്ല, ഇതൊന്നുമില്ല.
ചുണ്ടിയൊക്കെ ഉണ്ടെന്നുള്ള ഒരു പാവമാണ് ശരിക്കും ആള് ശുദ്ധനാണ്. അതെ അല്ലേ? അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്ത അപ്പൊ കഴിഞ്ഞു. ആ. വെച്ചോണ്ടിരിക്കുക അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ശരിയല്ലേ? ബിഗ് ബോസ് കാണുന്ന പോലെ ഒന്നുമല്ല ബിഗ് ബോസിൽ കുറച്ചൊക്കെ പുറ കാണിക്കുന്ന മാതിരിക്ക് ഉണ്ട്. പക്ഷെ ഉണ്ടല്ലേ? കൂടുതൽ ഇതേമാതിരി ഒന്നുമില്ല. ഇതല്ലേ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പൊ കഴിയും. അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും മകൻ ശരി. വിജയിച്ച് നന്നായി നമ്മൾ വരട്ടെ. ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. അതെ അല്ലേ? അപ്പൊ നന്നായി കളിച്ചിട്ട് നന്നായി വരട്ടെ. പിന്നെ ഗെയിം ഇതാണല്ലോ, തല്ലൂട്ടാണല്ലോ. അത് കാരണം അതെ. നമുക്കൊരു സമാധാനം.